തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, അഷ്ടസൗഭാഗ്യങ്ങളിൽ ഒന്നിൽ ഇപ്പോൾ മനസ്സ് കുരുങ്ങിക്കിടക്കുകയാണ്. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് ഈശോ അവിടെ പരാമർശിക്കുന്നുണ്ട്. ഈ വചനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആദ്യം മാംസം ധരിച്ചത് ഈശോയിൽ തന്നെയാണ്. ഗെത്സമൻ തോട്ടത്തിൽ കമിഴ്ന്നു വീണ് കിടന്നുകൊണ്ട് ഈശോ ആ പാനപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊരു വലിയ ദാഹത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ പറയുക. മാത്രമല്ല, കുരിശിൽ അവസാന വിനാടികയിൽ അവൻ്റെ അവസാനത്തെ വാക്കുകളിലൊന്ന് എനിക്ക് ദാഹിക്കുന്നു എന്നായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് ഈശോ ദാഹിച്ചു എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, അവസാന നിമിഷവും ഈശോ ഒരു ദാഹം സൂക്ഷിച്ചിരുന്നു. ആ ജീവിതം നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദാഹം നഷ്ടപ്പെടുത്തരുതെന്ന് തന്നെയാണ്. ഇബൻ ബത്തൂത്തെ ഓർക്കുകയാണ്. ഈ ഭാരതത്തിലൂടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ച ഒരു സഞ്ചാരി. അയാൾ സഞ്ചരിച്ച് ഉത്തരാപഥത്തിലൊരിടത്ത് എത്തുകയാണ്. അവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ പൊട്ടക്കിണർ വളരെ മുമ്പുള്ളതായിരുന്നു. ആദ്യം അത് ഉപയോഗിക്കപ്പെട്ടത് ആൾക്കാരെ കൊന്നു തള്ളുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് അത് ഉപയോഗിക്കപ്പെട്ടത് അവർക്ക് എന്തെങ്കിലും കാര്യം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നേർച്ചകൾ ഇട്ടുകൊണ്ട് യാത്രികൾ അതുവഴി കടന്നു പോകുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ ചെയ്താൽ ആ യാത്ര സഫലമാകും എന്നായിരുന്നു. അവർക്ക് വിലപ്പെട്ടത് നഷ്ടപ്പെടില്ല എന്നുമായിരുന്നു. ആ നിമിഷത്തിലാണ് ഇബൻ ബത്തൂത്ത ഈ കിണറ്റിൻ്റെ കരയിലേക്ക് എത്തുക. അവിടെ ആ സന്യാസികൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ ഇബൻ ബത്തൂത്ത അവരോടായി ചോദിച്ചു, കുടിക്കുവാൻ അല്പം ജലം തരുമോ? അപ്പോൾ ആ സന്യാസിമാർ അയാളോട് തിരികെ പറഞ്ഞത്, ഈ കിണറ്റിൽ ജലമില്ലെന്ന് താങ്കൾക്ക് അറിയില്ലേ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കിണർ ഉപയോഗിക്കുന്നതെന്ന് അയാൾ തിരികെ ചോദിച്ചു. അപ്പോൾ അവർ നൽകിയ മറുപടി, ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വിലപ്പെട്ടത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കീശയിൽ നിന്ന് ഒരു തുട്ട് നാണയം എടുത്തുകൊണ്ട് ആ കിണറ്റിൻ്റെ അഗാധതയിലേക്ക് ഇബൻ ബത്തൂത്ത വലിച്ചെറിഞ്ഞു. അപ്പോൾ സന്യാസിമാർ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ടുള്ളത്? അവരോട് ഇബൻ ബത്തൂത്ത നൽകിയ മറുപടി, ഒരു യാത്രികന് തൻ്റെ ദാഹമല്ലാതെ മറ്റെന്താണ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ടുള്ളത്? ഈശോയുടെ ജീവിതവും നമ്മളോട് പറയുന്നത് ഇതുതന്നെയാണ്. അവസാനം വരെയും ഒരു ദാഹം സൂക്ഷിക്കുക. നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനായിട്ടുള്ളത് ഈ ദാഹം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ദാഹം, ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹം. ഈ ദാഹം നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് നമുക്ക് കരുതലുള്ളവരാകാം.